സ്നേഹത്തിൻ പൂർണ്ണത ശത്രുവാം എന്റെ ദൈവം മിത്രമാക്കിയേ. ഓ കാൽവരി ക്രൂശിൽ കാണും സ്നേഹത്തിൻ പൂർണ്ണത ശത്രുവാം എന്റെ ദൈവം മിത്രമാക്കിയേ. രക്തം ചിന്തി യേശു എന്നെ രക്ഷിപ്പാനായി ഈ സ്നേഹ സ്വരൂപൻ ആത്മസ്നേഹിതൻ. ഓ രക്തം ചിന്തി യേശു എന്നെ രക്ഷിപ്പാനായി ഈ സ്നേഹ സ്വരൂപൻ ആത്മസ്നേഹിതൻ. ദുഃഖത്തിൽ അതുകൊണ്ടാണ് ഞാൻ സകല ആൾക്കുണ്ട് ജാതി പറയരുത്, വർഗവർണ്ണ വ്യത്യാസം കാണിക്കരുത്. ഒരു കുഞ്ഞുങ്ങളും വിശേഷിച്ച് പെന്തക്കോസുകാരും കൂടുതലങ്ങ് ദൈവത്തോട് പറ്റുമാനമല്ലേ. പള്ളിയിൽ പോകുന്ന സകല ആളിനോടും നീ കത്തോലിക്കയാന്നേലും യാക്കോബായ മാർത്തോമായ ഓർത്തഡോക്സോ ഏത് കോസാന്നേലും നീ വർഗീയത കാണിക്കരുത്. സ്തോത്രം, തരംതിരിവ് കാണിക്കരുത്. എന്നെ കേൾക്കുന്ന സകല ആൾക്കാരോടും പറയുക, സ്തോത്രം, മനുഷ്യനെ മനുഷ്യനായിട്ട് കാണണം, അവനെ ബഹുമാനിക്കണം. ഒരു ഭിക്ഷക്കാരനാന്നേലും അവന് വ്യക്തിത്വമുള്ളവനാ. അവന്റെ സാഹചര്യം കൊണ്ട് അവൻ ഭിക്ഷ എടുക്കുന്നത്. ഭിക്ഷ എടുക്കുന്നുണ്ടല്ലോ, പിടിച്ചു പറിക്കുകയല്ലോ, ചോദിച്ചു മേടിക്കുകയല്ലേ. അയ്യോ വല്ലതും തരണേ, അത് അന്തസ്സാ. അല്ല നീ തിരിഞ്ഞു നിന്നപ്പോ തട്ടിയടിക്കുക ചോന്ന് അറിയാൻ മേലാത്തവനെ പോലെ അല്ലല്ലോ. അവൻ വന്ന് യാചിക്കുകയല്ലേ, കൊടുക്കണം, ധർമ്മം കൊടുക്കണം. എല്ലാവർക്കും വ്യക്തിത്വമുണ്ട്, അതിനെ ഹനിക്കരുത്. മനുഷ്യനെ മനുഷ്യനായിട്ട് കാണണം, അവരെ ആദരിക്കണം, അവരെ ബഹുമാനിക്കണം. സ്തോത്രം. അല്ല ചുമ്മായിരുന്നു കുരിശ് വരയ്ക്കുകയും മറുഭാഷ പറയുകയും എഴുന്നള്ളത്ത് നടത്തുകയും പള്ളിക്ക് ചുറ്റും ഇങ്ങനെ റാസാ ഗീസാന്നും പറഞ്ഞ് നടക്കാൻ ഒരു ഗുണമില്ല. മനസ്സിലാകുന്നുണ്ടാവല്ലോ. ഒറ്റ കൺവെൻഷൻ വിടുകയല്ല, കയ്യിലിരിപ്പെല്ലാം വേറെയാ. ഒറ്റ കൺവെൻഷൻ ഞങ്ങളാ കൊയറ്, നിന്റെ കയറ് ആ കയറിട്ട് തന്നെ കെട്ടണമെന്ന്. മനുഷ്യനെ മനുഷ്യനായിട്ട് കാണണം, മറ്റുള്ളവരെ ആദരിക്കേ, അവരെ ബഹുമാനിക്കേ. ഏത് വിഭാഗത്തിൽ മനുഷ്യനായി വിഭാഗീയ ചിന്ത ഉണ്ടാക്കി വെച്ചേക്കുന്നത് ദൈവത്തിനൊന്നും വിഷയമല്ല. സ്തോത്രം. അപ്പൊ യേശുക്രിസ്തു ഒരു വിഭാഗത്തിന്റെ ദൈവമല്ല, മുഴുജാതികളുടെ രക്ഷയാ ക്രിസ്തു. അവിടുന്ന് സർവ്വ മനുഷ്യന്റെയും രക്ഷാകാരണമാണ്. ഏത് വിഭാഗത്തിൽപ്പെട്ട വ്യക്തിയാകട്ടെ, കറുത്തവനോ അതൊക്കെ മനുഷ്യനുണ്ടാക്കിയതാ. എങ്കിലും ഞാനങ്ങ് പറയുക, കറുത്തതോ വെളുത്തതോ കാശുള്ളതോ ഇല്ലാത്തതോ കുചേലനോ കുബേരനോ പണ്ഡിതനോ പാമരനോ ആരുമാകട്ടെ, നിനക്ക് വേണ്ടിയാണ് യേശു ഭൂമിയിൽ വന്നത്. ഇനി മനുഷ്യര് വെച്ചിരിക്കുന്ന രീതിയിൽ അങ്ങ് പറയാ, നീ ആദ്യ ബ്രാഹ്മണനാ, നായരാ, അല്ലെങ്കിൽ ഈഴവനാ, പുലയനാ, പറയനാ, ഉള്ളാടനാ, അല്ലെ മരം കയറുന്ന വ്യക്തിയാ, അവൻ കുറവനോ ആരുമായിക്കോട്ടെ, ഇതൊക്കെ മനുഷ്യനുണ്ടാക്കിയതാ. ഞാനങ്ങ് ഓപ്പണായിട്ട് പറയുക, നീ ഏത് വിഭാഗത്തിൽപ്പെട്ട വ്യക്തിയാണെന്ന് സ്നേഹിത, നിനക്ക് വേണ്ടിയാ യേശു ഭൂമിയിൽ അവതരിച്ചത്. യേശു മാത്രമാണ് രക്ഷകൻ. ഒരു വിഭാഗത്തിന്റെ ദൈവമല്ല ക്രിസ്തു, അവിടുന്ന് മുഴുവോകത്തിന്റെ ദൈവമാണ്. ഇന്ന് രാത്രി സത്യദൈവമായ നിത്യദൈവമായ ഏകദൈവമായ ലോകരക്ഷിതാവാകുന്ന യേശു ക്രിസ്തുവിനായി സമർപ്പിക്ക്. നിനക്ക് നിന്റെ കുടുംബത്തിന്
ആമേൻ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. നിൻ പ്രാണൻ പോകും മുൻ ആത്മാവിൽ രക്ഷക നേടിയ നിൻ പ്രാണൻ പോകും മുൻ ആത്മാവിൽ രക്ഷയ നേടിയ ശ്രീയേശുപാദേ വരുമോ നീ വേഗം ശ്രീയേശുപാദേ വരുമോ നീ വേഗം കാലം നീ കളയാതെ നീയതു മറക്കാതെ ശ്രീയേശുപാദേ വരുമോ നീ വേഗം ശ്രീയേശുപാദേ വരുമോ നീ വേഗം കാലം നീ കളയാതെ നീയതു മറക്കാതെ ആനന്ദമേറും നിൻ ജീവകാലം മറയും നിഴൽ പോലെ നീയതു മറക്കാതെ ആനന്ദമേറും നിൻ ജീവകാലം മറയും നിഴൽ പോലെ നീയതു മറക്കാതെ നന്നായി മാറിയ എന്നാലും എന്നു നീ ഓർക്കാതെ നന്നായി മാറിയ എന്നാലും എന്നു നീ ഓർക്കാതെ മണ്ണായി മാറും അഴകേറും നിന്നെ മണ്ണായി മാറും അഴകേറും നിന്നെ മണ്ണായി മാറും അഴകേറും നിന്നെ മണ്ണായി മാറും അഴകേറും നിന്നെ നിർണയമൊരു നാളിൽ നീയതു മറക്കാതെ ആനന്ദമേറും നിൻ ജീവകാലം മറയും നിഴൽ പോലെ നീയതു മറക്കാതെ ആനന്ദമേറും നിൻ ജീവകാലം മറയും നിഴൽ പോലെ നീയതു മറക്കാതെ. കരമുയർത്തി ദൈവത്തിന് മഹത്വം കൊടുക്ക. അതേ ഓടിച്ചു മുമ്പോട്ട് പോകാം. യേശു ക്രിസ്തു ആമേ സകല ജാതികളുടെയും രക്ഷയാണ്. അതാണ് 31 വാക്യം. ഒന്നുകൂടെ വായിച്ചോ. ഇസ്രായേലിന്റെ മഹത്വമായി നീ സകല ജാതികളുടെയും മുമ്പിൽ ഒരുക്കിയിരിക്കുന്ന രക്ഷയെ എന്റെ കണ്ണു കണ്ടു. സകല ജാതികളുടെയും മുമ്പിൽ ഒരുക്കിയിരിക്കുന്ന രക്ഷ. രക്ഷ യേശു ക്രിസ്തുവാണ് രക്ഷകൻ. യേശു ക്രിസ്തു മാത്രമാണ് രക്ഷകൻ. അവിടുന്ന് മാത്രമേ രക്ഷിപ്പാൻ കഴിവുള്ളൂ. ആ രക്ഷകന്റെ സന്നിധിയിൽ ഇന്ന് രാത്രി സമർപ്പിക്ക്. നിനക്ക് നിന്റെ കുടുംബത്തിന് രക്ഷയാണ്. ഈ കാര്യവും മറിയ ഹൃദയത്തിൽ അതായത് പ്രശ്നങ്ങൾ വന്നപ്പോ മറിയ യേശുവിനെടുക്ക ചെന്നത്. അടുത്തത് ശിവയോൻ പറഞ്ഞ ഒത്തിരി കാര്യമുണ്ട്. ഒരു കാര്യം കൂടെ പറഞ്ഞ പാകം വിടുന്നതായിരിക്കും നല്ലത്. സ്തോത്രം. അവിടുത്തെ പ്രത്യേകത സകല ഹൃദയ വിചാരങ്ങളെയും വെളിപ്പെടുത്തുന്നവനാണ്.
34 വാക്യം വായിച്ചേ. 34. പിന്നെ ശിമിയോൻ അവരെ അനുഗ്രഹിച്ച് അവന്റെ അമ്മയായ മറിയയോട്, പിന്നെ ശിമയോൻ അവനെ അനുഗ്രഹിച്ച് അമ്മയായ മറിയയോട് അനേക ഹൃദയങ്ങളിലെ വിചാരം വെളിപ്പെടേണ്ടതിന് ഹൃദയങ്ങളിലെ വിചാരം വെളിപ്പെടേണ്ടതിന് ഇവനെ ഇസ്രായേലിൽ പരലോകമേയും. ആ വാക്യം നിങ്ങൾ മൊത്തം വായിച്ചാൽ അമ്മ മറിയത്തോട് പറയുക, ഈ പൈതലുണ്ടല്ലോ സാധാരണ ഒരു പൈതലല്ല, സകല എണ്ണത്തിന്റെ ഹൃദയ വിചാരം വെളിപ്പെടുത്തുന്നവനാ. സ്തോത്രം. ആ കാര്യോ മറിയ ഹൃദയത്തിൽ സംഗ്രഹിച്ചു. സ്തോത്രം. നിന്റെ ചിന്തയും വിചാരവും സകലതും അറിയുന്നവനാ ദൈവം. നീ ഇപ്പൊ എന്തുവാ ചിന്തിക്കുന്നത് ദൈവത്തിനറിയാം. ഇപ്പൊ ചിന്തിക്കുന്നത് 9:45 ഇയാടെ മട്ട് കണ്ടിട്ട് മിക്കവാറും 10:30 ആയാലും നിർത്തുക. ഇന്ന് 11 നിർത്തുന്നുള്ളു. അവിടെ നീ എന്നും 9:30 തിന്നേച്ച് കിടന്ന് ഉറങ്ങുകയല്ലേ. ഇന്ന് ഇവിടെ നാളെ ഒരു അവസരം കിട്ടുന്ന ആർക്കറിയാം. സ്തോത്രം. അവിടെ കേക്ക്. ഗുണപ്പെട്. ഇന്ന് രാത്രി രക്ഷിക്കപ്പെട്. ഇന്ന് രാത്രി സ്നാനപ്പെടാൻ തീരുമാനമെടുക്ക്. ഈ രാത്രി ആത്മശക്തിക്ക് പ്രാർത്ഥിക്ക്. ഈ രാത്രി വേർപാട് ആചരിക്കാൻ സമർപ്പിക്ക്. നിനക്ക് നിന്റെ കുടുംബത്തിന് രക്ഷയാ. ജീസസ്. പേടിക്കണ്ട, 11 വരുന്നു എടുക്കുകയല്ല. സ്തോത്രം. അപ്പൊ ശ്രദ്ധിക്കുക, അവൻ സകല ഹൃദയ വിചാരങ്ങളും വെളിപ്പെടുത്തുന്നവനാ. അവിടത്തേക്ക് മറഞ്ഞിരിക്കുന്ന ഒന്നുമില്ല. പരീശന്മാരുടെ ഹൃദയത്തിരിക്കുന്ന കർത്താവ് അന്നേരം മനസ്സിലാക്കി. സ്തോത്രം. അവിടത്തേക്ക് മറഞ്ഞിരിക്കുന്ന ഒന്നുമില്ല. അങ്ങനെ കർത്താവരുടെ ഹൃദയ വിചാരം അറിഞ്ഞിട്ട് അങ്ങനെ എഴുതിയേക്കുന്നു. സ്തോത്രം. അവിടുന്ന് സകലതും അറിയുന്നവനാ. അവിടത്തേക്ക് മറഞ്ഞിരിക്കുന്ന ഒന്നുമില്ല. നിന്റെ അവസ്ഥകളെല്ലാം ദൈവം അറിയുന്നുണ്ട്. ചിന്തനകളെയും ഭാവങ്ങളെയും ഒക്കെ വിവേചിക്കുന്നവനാ ദൈവം. സ്തോത്രം. സങ്കീർത്തനക്കാരൻ പാടിയിരിക്കുന്നത്, ഞാൻ ഇരിക്കുന്നതും എഴുന്നേക്കുന്നതും നീ അറിയുന്നു. പിന്നെ എന്റെ നിരൂപണമൊക്കെ നീ ദൂരത്ത് നിന്ന് ഗ്രഹിക്കുന്നു. പിന്നെ എന്റെ വഴികളൊക്കെ നിനക്ക് മനസ്സിലായിരിക്കും. പിന്നെ കേക്കാൻ മേല. നീ ഉഷസിന്റെ ചിറക് ധരിച്ച് സമുദ്രത്തിന്റെ പോയി പാർത്താൽ അവിടെ നിന്നെ കാണും, അറിയും. ഇരിക്കുന്നതും ഞാൻ എഴുന്നേൽക്കുന്നതും കർത്താവ് കാണുന്നു. ഇരിക്കുന്നതും ഞാൻ എഴുന്നേൽക്കുന്നതും കർത്താവ് കാണുന്നു. ഗ്രഹിക്കുന്നു കർത്തനൻ ഹൃദയ നിരൂപണം. ദൂരത്തു നിന്നും തന്നെ ഈ അത്ഭുതം. ദൂരത്തു നിന്നും തന്നെ ഈ അത്ഭുതം. ഈ പരിജ്ഞാനം, ഈ പരിജ്ഞാനം ആശ്ചര്യദായകമേ. അറിയുന്നു ശോധന ചെയ്തൻ അറിയുന്നു ശോധന ചെയ്തൻ ഈ പരിജ്ഞാനം. ഇരിക്കുന്നതും ഞാൻ എഴുന്നേൽക്കുന്നതും കർത്താവ് കാണുന്നു. ഇരിക്കുന്നതും ഞാൻ എഴുന്നേൽക്കുന്നതും കർത്താവ് കാണുന്നു. ഗ്രഹിക്കുന്നു കർത്തനൻ ഹൃദയ നിരൂപണമോ. ദൂരത്തു നിന്നും തന്നെ ഈ
അത്ഭുതം ദൂരത്തു നിന്നും തന്നെ അത്ഭുതം ഈ പരിജ്ഞാനം ആശ്ചര്യനായകമേ അറിയുന്നു ശോധന ചെയ്തന്റെ നാഥൻ അറിയുന്നു ശോധന ചെയ്തന്റെ നാഥൻ ഈ പരിജ്ഞാനം. കരമുയർത്ത് ദൈവത്തെ സ്തുതിക്ക്. അവൾ ശിമയോൻ പറഞ്ഞത് സകല ഹൃദയ രഹസ്യങ്ങളെയും ഹൃദയ വിചാരങ്ങളെയും വെളിപ്പെടുത്തുന്നവനാണ് യേശു ക്രിസ്തു. ആ വാക്യത്തിൽ തന്നെ ശിമയോൻ ഒരു കാര്യം കൂടെ പറഞ്ഞ്, ചിലരുടെ വീഴ്ചയ്ക്കും ചിലരുടെ എഴുന്നേൽപ്പിനും കൂടെ ഈ പൈതല്. 34 വാക്യം ഒന്നുകൂടെ വായിച്ചേ. ഹൃദയങ്ങളിലെ വിചാരം വെളിപ്പെടേണ്ടതിന് ഇവനെ ഇസ്രായേലിൽ പലരുടെയും വീഴ്ചയ്ക്കും എഴുന്നേൽപ്പിനും മറുത്തു പറയുന്ന. അപ്പൊ ഈ പൈതലിന്റെ വിശേഷത ചിലരുടെ വീഴ്ചയ്ക്കും ചിലരുടെ എഴുന്നേൽപ്പിന് കൃപയാൽ നമുക്ക് എഴുന്നേൽക്കാൻ ഭാഗ്യമുണ്ട്. ആമേൻ. അനേകർ ക്രൂശിന്റെ വചനം തട്ടിക്കളഞ്ഞ് തള്ളിക്കളഞ്ഞ് വീണപ്പോ കാലാകാലങ്ങളിൽ ക്രൂശിന്റെ വചനം ഏറ്റെടുത്ത് എഴുന്നേൽക്കുവാൻ ദൈവം നമുക്ക് ഭാഗ്യം നൽകും. അവിടുന്ന് ക്രിസ്തു അവൻ വീഴ്ചയ്ക്കും എഴുന്നേൽപ്പിനും ഇടയാക്കുന്നവനാ. ഈ കാര്യവും മറിയ ഹൃദയത്തിൽ സംഗ്രഹിച്ചു. ഒന്ന്, ഗബ്രിയേൽ മാലാഖ പറഞ്ഞ കാര്യം മറിയ ഹൃദയത്തിൽ സംഗ്രഹിച്ചു. 2, ആട്ടിടയന്മാര് പറഞ്ഞ കാര്യം മറിയ ഹൃദയത്തിൽ സംഗ്രഹിച്ചു. 3, വിദ്വാൻമാര് പറഞ്ഞ കാര്യം മറിയ ഹൃദയത്തിൽ സംഗ്രഹിച്ചു. 4, എലീശബത്ത് പറഞ്ഞ കാര്യവും മറിയ ഹൃദയത്തിൽ സംഗ്രഹിച്ചു. 5, ശിമിയോൻ പറഞ്ഞ കാര്യവും മറിയ ഹൃദയത്തിൽ സംഗ്രഹിച്ചു. 6, ഹന്ന എന്ന് പറഞ്ഞ അമ്മച്ചി, പ്രവാചക അമ്മച്ചി പറഞ്ഞ കാര്യവും മറിയ ഹൃദയത്തിൽ. എന്തുവാ ഹന്നാമ്മ പറഞ്ഞത്? ആ 2:36 മുതൽ 38 വരെയുള്ള വാക്യം വായിപ്പിക്കാൻ സമയമില്ല. ഹന്നാമ്മ പറഞ്ഞത്, ആലയം വിട്ടുപിരിയാതിരുന്ന ഒരു അമ്മയാ, പ്രവാചകയാ. ചെറുപ്പത്തിൽ ഭർത്താവൊക്കെ മരിച്ചുപോയി, എങ്കിലും ദൈവാലയം പിരിയാതിങ്ങനെ ഇരിക്കുന്ന നല്ലൊരു അമ്മ, പ്രവാചകി. ആശേർ ഗോത്രത്തിൽ പനുവേലിന്റെ മകളാ, നല്ലൊരു അമ്മ. ഇങ്ങനത്തെ ഒരു അമ്മയൊക്കെ വീട്ടിലുള്ളത് വളരെ അനുഗ്രഹമാണ്. രാവിലെ നുണയും കൊതിയും പറയാൻ തള്ള ഇറങ്ങും, മുടിയും ചീ കെട്ടുകയല്ല, ഒരു തോർത്തെടുത്തിടും, അതുമായിട്ട് നെടുക അങ്ങ് നടക്കുക. അതേസമയം വീട്ടിൽ ഇരുന്ന് പ്രാർത്ഥിക്കുന്ന അമ്മമാരുണ്ട്, അതൊരു അനുഗ്രഹമാണ്, ആ വീടിനും അനുഗ്രഹമാണ്. സ്തോത്രം. അപ്പൊ ഈ അമ്മ ആലയം വിട്ട് പിരിയാതിരിക്കുന്ന അമ്മ ഹന്ന എന്ന പ്രവാചകി. ആ പ്രവാചകി പറഞ്ഞ കാര്യമാണ് 38 വാക്യം വായിച്ചേ. ആ നാഴികയിൽ അവളും അടുത്ത് നിന്ന്, ഞാൻ വിശദീകരിക്കുന്നില്ല, ആ ഹന്ന എന്ന പ്രവാചകി അമ്മ അടുത്ത് വന്ന് ദൈവത്തെ സ്തുതിച്ചു. യെരൂശലേമിന്റെ വീണ്ടെടുപ്പിനെ കാത്തിരുന്ന എല്ലാവരോടും അവനെ കുറിച്ച് പ്രസ്താവിച്ചു. അപ്പോൾ ഹന്ന എന്ന പ്രവാചകി പറഞ്ഞത് കാര്യം ഇതാ, അല്ലയോ മറിയേ, നിന്റെ കയ്യിലിരിക്കുന്ന ഈ കുഞ്ഞ് വീണ്ടെടുപ്പുകാരനാണ്. സകല മനുഷ്യരെ വീണ്ടെടുക്കാൻ കഴിവുള്ളവനാ നിന്റെ കൈകളിലിരിക്കുന്ന ഈ കുഞ്ഞ്. യേശു വീണ്ടെടുക്കുവാൻ കഴിവുള്ളവനാ. അവിടുന്ന് മാത്രമേ വീണ്ടെടുപ്പാൻ കഴിവുള്ളവനുള്ളൂ. അവൻ ആ കാര്യവും മറിയ ഹൃദയത്തിൽ സംഗ്രഹിച്ചു. ഇങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ ഉള്ളത് കൊണ്ടാണ് മറിയ യേശുവിൻ്റെ അടുക്ക വന്നത്. 7 ഞാൻ ഓടിച്ചങ്ങ് നിർത്തുക. മറിയ ഹൃദയത്തിൽ സംഗ്രഹിച്ചത് യേശു കർത്താവ് പറഞ്ഞ കാര്യവും മറിയ ഹൃദയത്തിൽ സംഗ്രഹിച്ചു. നിങ്ങൾ ലൂക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായത്തിന്റെ 41 മുതൽ എന്ന് പറഞ്ഞ് കർത്താവ് പറഞ്ഞ കാര്യം. അവന്റെ അമ്മയപ്പന്മാർ ആണ്ടുതോറും പെസഹ പെരുന്നാൾ യെരൂശലേമിലേക്കും പോകും. അവന് 12 വയസ്സായപ്പോൾ അവർ പതിപോലെ പെരുന്നാളിന് പോയി. അപ്പൊ 41 മുതൽ 51 വരെയുള്ള വാക്യത്തിൽ ഇവരെ യെരൂശലേം പള്ളിയിൽ പോയി. പക്ഷേ തിരിച്ചു വന്നപ്പോ യേശു കൂടെ ഇല്ല. ആൾക്കാരുടെ കൂടെ കാണുമെന്ന് അമ്മയപ്പന്മാർ ഊഹിച്ചു. അങ്ങനെ അവര് ഊഹിച്ചു. അങ്ങനെ ഈ ഒത്തിരി ആൾക്കാർ ഊഹിക്കുന്ന ആൾക്കാരുണ്ട്. ഇപ്പൊ ഇരുന്ന് ഊഹിക്കുന്നത് 11-നായിരിക്കും മിക്കവാറും നിർത്തുന്നത്. ഊഹിക്കുക അല്ലല്ല, അതിന് മുന്നേ നിർത്തും. അമ്മയപ്പന്മാർ ഊഹിച്ചു, കൂടെ കാണും. ഒരു ദിവസത്തെ വഴി കഴിഞ്ഞ മനസ്സിലാകുന്ന കുഞ്ഞു കൂടെ ഇല്ലെന്ന്. തിരിച്ചൊരു ദിവസം കൂടെ വഴി കഴിഞ്ഞ് വെള്ളിപ്പള്ളി ചെന്നപ്പോൾ യേശു അവിടെ
ഉപദേശകന്മാരുടെ നടുവിൽ ഇരിക്കുന്നതും അവരുടെ ഉപദേശം കേൾക്കുകയും വിസ്മയം തോന്നി. ചുരുക്കി പറഞ്ഞാൽ ഇങ്ങനെ കർത്താവ് ആ ഉപദേശകന്മാരുടെ നടുവിലിരുന്ന് കാര്യങ്ങളെല്ലാം മനസ്സിലാക്കുക. അപ്പോൾ യേശുവിന്റെ അമ്മയും അപ്പനും എല്ലാം ചെന്നിട്ട് പറഞ്ഞു, ആൾക്കാർ എന്ന് പറഞ്ഞു, നിന്റെ അപ്പനും അമ്മയും നിൽക്കുന്നു. അപ്പോൾ അമ്മ പറയുന്ന ഒരു പദമുണ്ട്. അമ്മ പറയുക, അമ്മ അവനോട്, മകനെ ഞങ്ങളോട് ഇങ്ങനെ ചെയ്തത് എന്ത്? നിന്റെ അപ്പനും ഞാനും. അപ്പൊ യേശു പറഞ്ഞൊരു കാര്യമുണ്ട്. അമ്മ പറയുക, നിന്റെ അപ്പനും ഞാനും വ്യസനിക്കുന്നുണ്ട്. അപ്പൊ യേശു പറഞ്ഞൊരു പദമുണ്ട്, അത് വാച്യാർത്ഥമാണെങ്കിലും, എൻ്റെ അപ്പൻ ഔസേപ്പല്ല, എൻ്റെ അപ്പൻ സ്വർഗീയ പിതാവ്. സ്വർഗീയ പിതാവിന് ഇഷ്ടമുള്ളിടത്തല്ലയോ ഞാനിരിക്കുന്നത്. അങ്ങനെയല്ലേ എഴുതിയേക്കുന്നത്. അടുത്ത വാക്യം വായിച്ച യേശു പറഞ്ഞ എന്നതാ? നിന്റെ അപ്പനും ഞാൻ വിശ്രമിച്ചുകൊണ്ട് നിന്നെ തിരഞ്ഞത് എന്ന് പറഞ്ഞു. അവൻ അവരോട്, എന്നെ തിരഞ്ഞത് എന്തിന്? എന്നെ തിരഞ്ഞത് എന്തിന്? എന്റെ പിതാവിനുള്ളതിൽ ഞാൻ ഇരിക്കേണ്ടത്. എന്റെ പിതാവിനുള്ളതിൽ ഞാൻ ഇരിക്കേണ്ടത്. അപ്പൊ അതിന്റെ അർത്ഥം ഇതാ, അമ്മേ, ഔസേപ്പല്ല എന്റെ പിതാവ്. എന്റെ പിതാവ് സ്വർഗീയനാ. എന്റെ പിതാവ് ഉയരത്തിലാ എന്ന് പറഞ്ഞ ഞാൻ ഉയരത്തിൽ നിന്ന് ഇറങ്ങി വന്നവനാ. ഞാൻ മുമ്പുണ്ടായിരുന്നവനാ, ഞാൻ ഉയരത്തിൽ നിറങ്ങി വന്നവനാ. എന്നെ അയച്ചവൻ സ്വർഗത്തിലായ എന്റെ പിതാവ്. മറിയയ്ക്ക് മനസ്സിലായി, ഔസേപ്പല്ല, അവൻ ഉയരത്തിൽ ഒരുവനുണ്ട്, സ്വർഗീയ പിതാവ്, അവന്റെ പുത്രനാണ് അവൻ, എന്റെ മകൻ. അതുകൊണ്ട് ആ കാര്യോ മറിയ ഹൃദയത്തിൽ സംഗ്രഹിച്ചു. എന്ന് പറഞ്ഞാൽ യേശു ആരാണെന്ന് നല്ല ഉറപ്പുണ്ടെങ്കിൽ നീ എങ്ങും പോയി വെപ്രാളപ്പെടുകയല്ല. വിഷയങ്ങൾ വരുമ്പോൾ സൂക്ഷം അവൻ്റെ അടുക്ക വരും. ഇന്ന് രാത്രി ആ കർത്താവിൻ്റെ അടുക്ക വാ. ഞാൻ അത്ഭുതമന്ത്രിയെ പറ്റി നന്നായിട്ട് പറയണമെന്ന് എനിക്കുണ്ടായിരുന്നു. യേശുവിൻ്റെ രണ്ടാമത്തെ അത്ഭുതം, ഇതൊന്നാമത്തെ അത്ഭുതമാണ്. കർത്താവ് ഗലീലയിൽ വെച്ച് രണ്ടാമത് ഒരത്ഭുതം ചെയ്തു. ആ അത്ഭുതം രാജഭൃത്യൻ്റെ മകൻ്റെ സൗഖ്യമാണ്. യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായത്തിന്റെ 46 മുതൽ 54 വരെയാ. ഇനി പ്രസംഗിക്കുന്നില്ല, ഓടിച്ചു വായിച്ചങ്ങ് വിട്ട് അവസാനിപ്പിക്കുക. ഒന്ന് വായിച്ചു തരും. 2 ദിവസം കഴിഞ്ഞിട്ട് അവൻ അവിടം വിട്ട് ഗലീലയിലേക്ക് പോയി. പ്രവാചകന് തന്റെ പിതൃദേശത്ത് ബഹുമാനമില്ല എന്ന് യേശു തന്നെ സാക്ഷ്യം പറഞ്ഞിരുന്നു. അവൻ ഗലീലയിൽ എത്തിയപ്പോൾ ഗലീലക്കാർ തങ്ങളും പെരുന്നാളിന് പോയി. അല്ലല്ല, 46 മുതൽ വായിച്ചേ. 4-ാം അധ്യായത്തിന്റെ 46. അവൻ പിന്നെയും താൻ വെള്ളം വീഞ്ഞാക്കി ഗലീലയിലെ കാനാവിൽ വന്നു. അത് കാനാവിൽ വീണ്ടും യേശു വന്നു. വെള്ളം വീഞ്ഞാക്കിയ ഗലീലയിലെ കാനാവിൽ വെച്ചു. അവനാണ് രാജഭൃത്യന്റെ മകന്റെ ദീനം. ഇത് ആ പയ്യന് സൗഖ്യം കൊടുക്കുന്നതിനെ പറ്റി എഴുതിയേക്കുന്നത്. ഇത് രണ്ടാമത്തെ അത്ഭുതമാണ്. 54-ാം വാക്യം വായിച്ചേ. യേശു ഗലീലയിൽ വന്നപ്പോൾ ഇത് രണ്ടാമത്തെ അടയാളമായി. ഇത് രണ്ടാമത്തെ അടയാളമായിട്ട്. അപ്പൊ ആദ്യത്തെ അടയാളം കാനാവിലെ കല്യാണ വീട്ടിൽ പച്ചവെള്ളത്തെ വീഞ്ഞാക്കി. രണ്ടാമത്തെ അടയാളം ഈ രാജഭൃത്യന്റെ മകന്റെ സൗഖ്യം. ഇങ്ങോട്ട് നോക്കിയേ, രാജഭൃത്യന്റെ മോൻ എന്തുവായിരുന്നു അസുഖം? ഇങ്ങോട്ട് നോക്ക്, അവന്റെ അസുഖം എന്നായിരുന്നു? അവന് തലയ്ക്ക് അസുഖമാണോ? അവന് പനി, കോവിഡ് ആണോ എന്നൊരു ഡൗട്ട്. അവന് പനിയാ, ചെറുക്കന് പനിയാണെന്ന് വാക്യം 52-ാം വാക്യം വായിച്ചേ. അവന് ഭേദം വന്ന നാഴിക അവരോട് ചോദിച്ചതിന് അവർ അവനോട് ഇന്നലെ 7 മണിക്ക് പനി വിട്ടു. അപ്പൊ ഇവന്റെ ചെറുക്കന്റെ അസുഖം എന്നാ? പനിയാ. അതെ, എല്ലാം വിവരിക്കാൻ നേരമില്ല. അപ്പൊ ഈ രാജഭൃത്യന്റെ മകന്റെ അസുഖം പനി. ഇനി ആ പനി നിങ്ങൾ ഉദ്ദേശിക്കുന്ന പനിയല്ല, കോവിഡ് ആണെന്നാ എന്റെ ചിന്ത. കാരണം മരിപ്പാറായി. 47-ാം വാക്യം. യേശു യഹൂദദേശത്ത് ഗലീലയിൽ വന്നു എന്ന് 47. അത് തന്നെ. അവൻ കേട്ട് അവന്റെ അടുക്കൽ ചെന്നു, തന്റെ മകൻ മരിപ്പാറായിരിക്കും. അയ്യോ, എന്റെ മകൻ മരിപ്പാറായി. അപ്പൊ പനി ചെറിയ പനിയല്ല, മൂക്കടപ്പും തുമ്മലും ഒന്നുമല്ല. എനിക്ക് തോന്നുന്നത് ഷിനു കോവിഡ് ആന്നാ, കാരണം മരിപ്പാറായെന്നാ. സ്തോത്രം. ആ കോവിഡിന്റെ റൂട്ട് സമയത്ത് ആശുപത്രി വിളിച്ചാൽ പോലും ഒരെണ്ണം വരിക. ഇപ്പൊ എല്ലാവരും അങ്ങോട്ടടാ ഓട്ടവാ. അന്നേരം ഒറ്റ കുഞ്ഞുങ്ങൾക്ക്. അപ്പൊ ഈ ചെറുക്കൻ്റെ അസുഖം ഒന്ന് പനി, അത് കൂടുതലായി, മരിക്കാറായി. എന്നാൽ ഈ രാജഭൃത്യന്റെ 1-2 വിശേഷത അങ്ങ് പറഞ്ഞ് നിർത്താം. ഒന്ന്,
ഈ ചെറുക്കൻ പനി പിടിച്ച് മരിപ്പാറായി. പക്ഷെ അപ്പന്റെ ഒരു വിശേഷത, യേശുവിനെ പറ്റി കേട്ടു. 47-ാം വാക്യം. യേശു അവനോട്, നിങ്ങൾ അടയാളങ്ങളും അത്ഭുതങ്ങളും കണ്ടിട്ടില്ല, അത് വിശ്വസിക്കയില്ല എന്ന് പറഞ്ഞു. രാജഭൃത്യ അവനോട് 47-ാം വാക്യം. യേശു യഹൂദദേശത്ത് നിന്ന് ഗലീലയിൽ വന്നു എന്ന് അവൻ കേട്ട് രാജഭൃത്യന്റെ വിശേഷത, ചെറുക്കന് പനിയ മരിക്കാറായി അത്യാസന്ന നിലയിൽ മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോകാൻ നല്ല പറഞ്ഞത്. അവൻ യേശുവിനെ പറ്റി കേട്ടു. നീ യേശുവിനെ പറ്റി കേൾക്കണം. കേൾക്കാൻ കൊള്ളാവുന്നവനാ യേശു, അനുഗമിക്കാൻ കൊള്ളാവുന്നവനാ യേശു. ഞാൻ വിവരിക്കുന്നില്ല. യേശുവിനെ പറ്റി കേട്ടു. രണ്ടാമത്തെ ഈ രാജഭൃത്യന്റെ ഒരു വിശേഷത, കേട്ടേച്ച് ഉണ്ടയിടുകയല്ല, അവൻ യേശുവിന്റെ അടുക്കൽ വന്നു. 47-ാം വാക്യം ഒന്നുകൂടെ വായിച്ചേ. യേശു യഹൂദദേശത്ത് ഗലീലയിൽ വന്നു എന്ന് അവൻ കേട്ട് അവന്റെ അടുക്കൽ വന്നു. ഇന്ന് രാത്രി നീ യേശുവിന്റെ അടുക്കൽ വരണം. കേട്ടേച്ച് അതിലെ പോയാ പോരാ, അഭിപ്രായം പറഞ്ഞേച്ച് പോയാ പോരാ. നല്ല പ്രസംഗമാ, നല്ല പാട്ടാ, കൊള്ളാം, അന്തരീക്ഷം കൊള്ളാം, അഭിപ്രായം പറയല്ല. കേട്ട് കഴിഞ്ഞാൽ യേശുവിന്റെ അടുക്കൽ വരണം. മൂന്നാമത്തെ അവന്റെ വിശേഷത, യേശു സൗഖ്യമാക്കാൻ കഴിവുള്ളവനാന്ന് വിശ്വസിച്ചു. 47-ാം വാക്യം വായിച്ചേ. യേശു യഹൂദദേശത്ത് നിന്ന് ഗലീലയിൽ വന്നു എന്ന് അവൻ കേട്ട് അവന്റെ അടുക്കൽ ചെന്നു. തന്റെ മകൻ മരിപ്പാറായിരിക്കൊണ്ടേ അവൻ വന്ന് അവനെ സൗഖ്യമാക്കണം. യേശു സൗഖ്യം കൊടുക്കുവാൻ കഴിവുള്ളവനാണെന്ന് രാജഭൃത്യൻ വിശ്വസിച്ചു. ദൈവത്തിന് സ്തോത്രം. അടുത്തത് അവന്റെ വിശേഷത, യേശു പറഞ്ഞ വാക്ക് അവൻ വിശ്വസിച്ചു. കർത്താവിന്റെ അടുക്ക വന്നപ്പോ കർത്താവ് പറഞ്ഞു, പൊക്കോ, ചെറുക്കനെ സൗഖ്യമാ. അത് ഈ രാജഭൃത്യൻ വിശ്വസിച്ചു. 50-ാം വാക്യം വായിച്ചേ. 50. നിന്റെ മകൻ ജീവിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. യേശു പറഞ്ഞ വാക്ക് വിശ്വസിച്ചു. യേശു പറഞ്ഞ വാക്ക് വിശ്വസിക്കണം. മനസ്സിലായോ? പ്രവാചകൻ പറഞ്ഞ വാക്കല്ല. എന്നോട് കൂടൽ കുഞ്ഞു പറഞ്ഞു, അതൊന്നും വിശ്വസിക്കണ്ട. വലിയാപുരവനോട് അതൊന്നും വിശ്വസിക്കണ്ട. എടുത്തുവാ കുഞ്ഞു പണ്ടെന്നോടൊരു കാര്യം പറഞ്ഞു, കാന ലീലാമ, അതൊന്നും വിശ്വസിക്കണ്ട. 14 തങ്കമ്മ, മാട്ടാൽ അമ്മിണി, കൊളക്കട കുഞ്ഞമ്മ, കലയപുര അന്നമ്മ, പാറക്കുളം ശ്യാമള. അല്ല, പ്രവാചകന്മാരുടെ പേരാ. 12-ാം കുഴി കുഞ്ഞുഞ്ഞമ്മ, പൊങ്ങന്നാനം തങ്കമണി. നീ തങ്കമണിയുടെ ചിന്നമണിയുടെ ഒന്നും വിശ്വസിക്കണ്ട. യേശു പറഞ്ഞ വാക്ക് വിശ്വസിക്കുക. യേശു പറഞ്ഞ വാക്ക് വിശ്വസിക്ക്. നിനക്ക് നിന്റെ കുടുംബത്തിന് രക്ഷയാ. നീ രാവിലെ കൂടിന്റെ കുടുംബിക്കായിട്ട് കോടിമതയ്ക്കും കോട്ടയത്തും കൊട്ടാരക്കരയിലും പുനലൂരും കുന്തത്തിനകത്ത് പോകാതെ നീ യേശു പറഞ്ഞ കാര്യം വിശ്വസിക്ക്. അവിടെ ചെന്നാ വിടുതൽ, ഇവിടെ ചെന്നാ വിടുതൽ. അവിടെ ചെന്ന് ഉച്ച വരെ തുള്ളി, ഒരു ഗുണമില്ല, നടുവിന് വേദന ഉണ്ടായതല്ലാതെ. അന്ന് ചിന്തിച്ചു വന്നപ്പോ ചമ്പക്കര ഇറങ്ങി അതിനെ പിണ്ണതൈലം മേടിക്കാൻ. കോട്ടയത്ത് പോയി മല്ലപ്പള്ളിക്ക് വരണ്ട, നീ ഇടയ്ക്ക് ചമ്പക്കര വളവിൻ്റെ ഇവിടെ ഇറങ്ങി അടിക്ക് സാറേ ബെല്ലം. എന്തിനാ? എനിക്ക് പിണ്ണതൈലം മേടിക്കണം. അതിനാ പൊത്തൊന്ന് താഴെ വീണതാ. അവൻ തള്ളിയിട്ട് ചവൻ വീട്ടിൽ പോയി. മനസ്സിലാകുന്നുണ്ടാവല്ലോ? നീ കാണുന്ന പറമ്പിലും പുറത്തെത്തുമ്പോ കുഞ്ഞുഞ്ഞമ്മയെ ഉരുണ്ട് വീടാതെ നീ യേശുവിനെ വിശ്വസിക്ക്. യേശു നിന്നെ വീടിക്കുകയല്ല, വീണവനെ എഴുന്നേൽപ്പിക്കുന്നവനായ യേശു. യേശു ആരെയും വീടിച്ചിട്ടില്ല, വീണവനെയല്ല ഉയർത്തുന്നവനായ യേശു. ഇന്ന് രാത്രി യേശുവിൽ വിശ്വസിക്ക്. നിനക്ക് നിന്റെ കുടുംബത്തിന് രക്ഷയാ. സ്തോത്രം. അവന്റെ അടുത്ത പ്രത്യേകത, താനും കുടുംബവും വിശ്വസിച്ചു. 53-ാം വാക്യം വായിച്ച് നിർത്തുക. മകൻ ജീവിച്ചിരിക്കുന്നത് യേശു പറഞ്ഞ നാളിൽ തന്നെ അപ്പൻ ഗ്രഹിച്ചു, താനും കുടുംബമൊക്കെ വിശ്വസിച്ചു. താനും കുടുംബവും. ഇന്ന് രാത്രി നീ കുടുംബമായിട്ട് യേശുവിൽ വിശ്വസിക്ക്. കുടുംബമായിട്ട് ദൈവത്തെ സേവിക്ക്. നീയും നിന്റെ ഭാര്യ നിന്റെ കുഞ്ഞുങ്ങളുമായി യേശുവിനെ ആരാധിക്ക്. നിനക്ക് നിന്റെ കുടുംബത്തിന് രക്ഷയാ. അവിടുന്ന് അത്ഭുത മന്ത്രിയാണ്. അവിടുന്ന് അത്ഭുത മന്ത്രിയാ. ഇന്ന് രാത്രിയും അവിടുന്ന് അത്ഭുതം ചെയ്യാൻ കഴിവുള്ളവനാ. ഈ രാത്രി നിന്റെ കുടുംബത്തിൽ അവൻ അത്ഭുതം ചെയ്യും. വിശ്വസിക്ക്. ഇവിടെ ഇരുന്ന് വിശ്വസിച്ച് സ്തോത്രം പറ. നിന്റെ കുഞ്ഞുങ്ങൾ വിദേശത്തോ സ്വദേശത്തോ ദൂരെയോ എവിടെയാകട്ടെ, അവിടെ അത്ഭുതം ചെയ്യാൻ കഴിവുള്ളവനാ യേശു. നിന്റെ കുടുംബത്തിൽ അവൻ അത്ഭുതം ചെയ്യും. സഭയ്ക്കകത്ത് അത്ഭുതം ചെയ്യും. ദേശത്ത് അത്ഭുതം ചെയ്യും. അവിടുന്ന് അത്ഭുത മന്ത്രിയാ. ഒരു പഴയ പാട്ടിന്റെ ഈരടികൾ കൈകളടിച്ച് പാടിയാട്ടെ. വാനിലും പൂവെല്ലും മേലായ നാമം വന്നിത വല്ലഭനാമമത്. വാനിലും പൂവിലും മേലായ നാമം
കൊടുക്കുക. ഹല്ലേലൂയ. ഇന്ന് രാത്രിയിൽ ഒന്ന് രണ്ട് കാര്യത്തോടെ പറയാം. നാളെ ഒരു അവസരം കിട്ടുമെന്ന് ആരറിഞ്ഞു? ഇന്ന് രാത്രി ഇതുവരെയും യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ചിട്ടില്ലെങ്കിൽ ഇന്ന് രാത്രി സമർപ്പിക്ക്, ദൈവം നിനക്ക് അവസരം തരിക. അങ്ങനെയുള്ളവര് എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കണം. ഇതുവരെ രക്ഷിക്കപ്പെടാത്തവർ കൈയൊന്നും പൊക്കാൻ ഞാൻ പറയുന്നില്ല. എൻ്റെ യേശുവേ, ഇന്ന് രാത്രി എന്നെ രക്ഷിക്കണം. അവിടുന്ന് എൻ്റെ പാപത്തെ മോചിക്കണം. എൻ്റെ ഉള്ളത്തിലേക്ക് വരണം. എന്നെ കൈവിടരുത്. ആമേൻ. എന്നോടുകൂടി ഈ പ്രാർത്ഥന ചൊല്ലിയവരെ ഇന്ന് രാത്രി യേശു രക്ഷിച്ചിരിക്കുക. നിങ്ങളുടെ പേര് ജീവന്റെ പുസ്തകത്തിൽ എഴുതി. മുൻപ് രക്ഷിക്കപ്പെട്ടവർ ഇതുവരെ സ്നാനപ്പെട്ടിട്ടില്ലെങ്കിൽ ഇന്ന് രാത്രി ചേർന്ന് പ്രാർത്ഥിക്കണം. കർത്താവേ, അവിടുന്ന് കാണിച്ച മാതൃക പ്രകാരം വെള്ളത്തിൽ മുങ്ങി പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ സ്നാനപ്പെടുവാൻ ഇന്ന് രാത്രി എന്നെ സമർപ്പിക്കും. അതിന് കൃപ എനിക്ക് നൽകണം. എന്നോട് ചേർന്ന് പ്രാർത്ഥിച്ചവരെ ദൈവം അനുഗ്രഹിക്കട്ടെ. മാത്രമല്ല, വേർപാട് പാലിക്കുവാൻ ഈ ലോകത്തിന്റെ ആഡംബരങ്ങൾ, ദാടിമോടികൾ, പൊട്ടും ചാന്തും മറുകും കമ്മലും മാലെ മോതിരവും വില കൂടിയ വാച്ചും വിലയേറിയ വസ്ത്രവും അതെല്ലാം പാപമാ. സ്തോത്രം. ഉണ്ടല്ലോ ലോകത്തിന്റെ ആഡംബര ദാടിമോടി. അതെല്ലാം ഉപേക്ഷിക്കാൻ, വർദ്ധിക്കാൻ ഇന്ന് രാത്രി നീ തീരുമാനമെടുക്കുന്നെങ്കിൽ നിനക്ക് വീണ്ടും അനുഗ്രഹമാണ്. ഇന്നലെ പറഞ്ഞ പോലെ അതൊന്നും കൂടി സ്വോത്ര കാഴ്ച പാത്രത്തിൽ നിന്ന് എൻ്റെ വീട്ടിൽ കൊണ്ടുപോകണം. അവന്മാര് തട്ടിപ്പ് കാണിക്കുക. മുന്നിൽ ഇരിക്കുന്ന ഏതാ പെണ്ണമ്മ വരവിൻ്റെ എടുത്തിട്ട്, പുറകിരുന്നത് അങ്കമ്മ ഒറിജിനൽ എടുത്തിട്ട്. ഞാൻ പറഞ്ഞ മനസ്സിലായോ? മുന്നിൽ ഇരുന്ന തങ്കമ്മേനെ അവൻ സെലക്ട് ചെയ്ത് വെച്ച, തങ്ക നീ ഇട്ടോണം, ഇത് വരവാ, അവളെല്ലാവരും കാണുക. പുറകിരിക്കുന്ന മേരിക്കുട്ടി ഒറിജിനലാ, താലിമാല, അവളതെടുത്തിട്ട്. സ്വോത്രകാഴ്ച പാത്ര സ്വർണ്ണം വിടാനുള്ളതല്ലല്ലോ. സ്തോത്രം. ദൈവത്തിന് ഇതൊന്നും അല്ല ആവശ്യം. ദൈവത്തിന് നിന്നെ ആവശ്യം. നിന്നെയാ ദൈവത്തിന് ആവശ്യം. ഇന്ന് രാത്രി സത്യ ഉപദേശ പ്രകാരം വേർപാട് ഉപദേശം പാലിച്ച് വിശ്വസ്തരും വിശുദ്ധരുമായി ജീവിച്ച് യേശുക്രിസ്തുവിന്റെ വരവിൽ എടുക്കപ്പെടണം. കർത്താവേ, അവിടുത്തെ വരവ് ആസന്നമാ. അവിടുത്തെ വരവിൽ ഞാൻ കൈവിടപ്പെട്ടു പോകരുത്. ഇന്ന് രാത്രി എന്നെ സമർപ്പിക്കുന്നു. പ്രാർത്ഥിക്ക്. നിനക്കും നിന്റെ കുടുംബത്തിനും അനുഗ്രഹമാണ്. ഈ വിധത്തിൽ പ്രാർത്ഥിച്ചവരെയെല്ലാം ദൈവം അനുഗ്രഹിക്കട്ടെ. ഏതായാലും നിങ്ങൾ സമയം പോയി ഇത്രയോ സഹകരിച്ചു. നിങ്ങളെ അഭിനന്ദിക്കുന്നു. നിങ്ങൾക്ക് നഷ്ടമല്ല, അനുഗ്രഹമാണെന്നറിയാം. എങ്കിലും എല്ലാവരും ഒന്ന് എഴുന്നേറ്റ് നിന്ന് നമുക്കൊരു സമർപ്പണത്തോടെ ഇന്ന് രാത്രി പിരിയാം. ഇറങ്ങിപ്പോകരുത്. എഴുന്നേറ്റ് നിന്ന് ആ പഴയ പാട്ടിൻ്റെ ചരണം ശാന്തമായിട്ട് ചേർന്ന്, എല്ലാവരുടെ ചേർന്ന് ഇറങ്ങിപ്പോകരുത്. ഇതൂടെ പറഞ്ഞ് കേട്ടച്ച് ആശീർവാദത്തോടെ പോകണം. ചേർന്നൊന്ന് പാടണം. എല്ലാവരും ചേർന്ന്, അറിയാവുന്നവര്. പോകല്ലേ കടമ്പന്നെ നീ
കാക്കുമാറാകട്ടെ. യഹോവ തിരുമുഖം നിങ്ങളുടെ മേൽ പ്രകാശിപ്പിച്ച് നിങ്ങളോട് കൃപയുള്ളവനാകട്ടെ. യഹോവ തിരുമുഖം നിങ്ങളുടെ മേൽ ഉയർത്തി നിങ്ങൾക്ക് സമാധാനം നൽകുമാറാകട്ടെ. ആമേൻ. കരമുയർത്തി ഹല്ലേലൂയ പാടാം. ഒരിക്കൽ കൂടെ ഹല്ലേലൂയ പാടാം. ഒരിക്കൽ കൂടെ ഹല്ലേലൂയ പാടാം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ശാന്തമായിട്ടിരിക്കാൻ പ്രാർത്ഥിച്ചിപ്പോൾ ആശീർവാദം പറയും.